അമേരിക്കയിൽ നിന്ന് ഞെട്ടിക്കുന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് വന്നു ഏറ്റവും ഒടുവിൽ. ട്രംപ് പലതും പറഞ്ഞ് ഞെട്ടിക്കാറുണ്ട്, പക്ഷേ അത് നമ്മൾ ട്രംപിൻ്റെ തമാശകളും ട്രംപിൻ്റെ വിവരക്കേടും ട്രംപിൻ്റെ സമനില തെറ്റിയതൊക്കെ ആയിട്ട് നമ്മൾ കണക്കൂട്ടിയിരുന്നു. പക്ഷേ ഇത് ലോകത്തെ അക്ഷരാർത്ഥത്തിൽ കിടുക്കുന്നതാണ്. വളരെ നേരത്തെ അമേരിക്ക നിർത്തിവെച്ച് സ്വമേധയാ ഞങ്ങൾ ആണവ പരീക്ഷണങ്ങളും ആണവായുധ നിർമ്മാണവും നിർത്തിവെച്ചിരിക്കുന്നു എന്ന് ലോകത്തിന് മാതൃകയായി പ്രഖ്യാപിച്ചവരാണ്. കാരണം ആണവ ബോംബ് കൊണ്ട് ലോകത്തെ ഞെട്ടിച്ചതും അവരാണല്ലോ ആദ്യം. അപ്പോൾ ആ പ്രസ്താവന വലിയ ആശ്വാസം ഉണ്ടാക്കിയിരുന്നു ലോകത്തിന്. അത് തകർക്കുന്ന മട്ടിൽ ട്രംപ് തന്നെ ഇപ്പോൾ പ്രസ്താവിച്ചിരിക്കുന്നു, ഞങ്ങളിതാ വീണ്ടും ആണവ പരീക്ഷണം ആരംഭിക്കുന്നു എന്ന് പറഞ്ഞാൽ നൂതനമായ ആണവായുധങ്ങൾ നിർമ്മിക്കാൻ പോകുന്നു എന്ന് പ്രസ്താവിക്കുന്നു. ഇങ്ങനെ ഒരു യൂ ടേണിലേക്ക് അമേരിക്കയെ കൊണ്ടുപോകുന്ന പുതിയ എന്തെങ്കിലും സാഹചര്യങ്ങൾ ഉണ്ടായോ? അതെ, നല്ല ചോദ്യം. അപ്പോൾ അമേരിക്ക 1992 സ്വയം ആണവ പരീക്ഷണങ്ങൾക്ക് മൊറട്ടോറിയം പ്രഖ്യാപിച്ചവരാണ്. ഞങ്ങൾ ആണവ പരീക്ഷണങ്ങളിൽ നിന്ന് പിൻവാങ്ങുന്നു. അവർക്ക് ആവശ്യത്തിനുള്ള അണുബോംബൊക്കെ കയ്യിലുണ്ട്. അവരാണ് നമ്പർ 1, രണ്ടാമത് റഷ്യ, മൂന്നാമത് ചൈന. ആ 2 രാജ്യങ്ങളും വളരെ മുന്നേറി അണുബോംബ് ഉണ്ടാക്കുന്നതിൽ. നമ്മളിങ്ങനെ സ്റ്റാൻഡ് സ്റ്റിൽ ആയിട്ട് നിന്നു. അങ്ങനെ ട്രൂത്ത് സോഷ്യലിലെ പ്രഖ്യാപനത്തിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇനിയിപ്പോൾ നമ്മൾ പറ്റില്ല. അടുത്ത 5 കൊല്ലം കൊണ്ട് അവർ ചിലപ്പോൾ നമ്മുടെ മുകളിലേക്ക് കയറിയെന്ന് വരും. അതുകൊണ്ട് വീണ്ടും ആണവ പരീക്ഷണങ്ങൾ നമ്മൾ തുടങ്ങുകയാണ് എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. പക്ഷെ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് പുട്ടിൻ്റെ ഒരു പ്രഖ്യാപനം വന്നു. ആ ഒരു പ്രഖ്യാപനം 2 ദിവസം മുമ്പ് വേറൊരു പ്രഖ്യാപനവുമായിട്ട് ചേർന്ന് പോകുന്നതാണ്. ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പൊസൈഡൻ എന്ന ആണവ ടോർപിഡോ, അതായത് ആണവായുധം കൊണ്ട് പോവുകയും ആണവ സ്ഫോടകം വഹിക്കുകയും ചെയ്യുന്ന ടോർപിഡോ ലോകത്താദ്യമായി ഞങ്ങളുടെ കയ്യിൽ വന്നിരിക്കുന്നു എന്ന് പുടിൻ പ്രഖ്യാപിച്ചു. ആ പ്രഖ്യാപനത്തിൻ്റെ പിന്നാലെയാണ് ട്രംപിൻ്റെ പ്രഖ്യാപനം വന്നത്, നമ്മളും ആണവ പരീക്ഷണം വീണ്ടും തുടങ്ങുന്നു എന്നുള്ളത്. അപ്പോൾ കഴിഞ്ഞ ദിവസം റഷ്യ പ്രഖ്യാപിച്ചിരുന്നു അവരുടെ കയ്യിൽ ക്രൂസ് മിസൈൽ, ലോകത്തിലെ ആദ്യത്തെ ആണവ ക്രൂസ് മിസൈൽ, ആണവ സ്ഫോടകം വഹിക്കുന്നത് 14,000 കിലോമീറ്റർ റേഞ്ച് ഉള്ളത് അവരുടെ കയ്യിൽ വന്നു. അവരത് വിജയകരമായി പരീക്ഷണം 2018 മുതൽ പരീക്ഷണം നടക്കുന്നു. ഏറ്റവും ഒടുവിലെ പരീക്ഷണവും കഴിഞ്ഞു. ഇത് ഞങ്ങളുടെ കയ്യിൽ വന്നു എന്ന് ബുറെവെസ്തിനിക് എന്നാണ് അതിൻ്റെ പേര്, ബുറെവെസ്തിനിക്. പൊസൈഡൻ എന്ന് പറഞ്ഞാൽ ഗ്രീക്ക് ദേവതയാണ്, കടൽ ദേവതയാണ് പൊസൈഡൻ. അപ്പോൾ പൊസൈഡൻ്റെ പേരിലാണ് ഈ ടോർപിഡോ വന്നിരിക്കുന്നത്. ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ വികിരണ കിണറുകൾ ഉണ്ടാക്കി സ്വെല്ലിങ് തീരങ്ങളെ തകർക്കും. അതായത് രാജ്യങ്ങളുടെ കോസ്റ്റ് ലൈൻ ഉണ്ടല്ലോ, തീരമേഖലകളെ മുഴുവൻ തകർക്കും ഇത് ഈ ടോർപിഡോ. കാരണം ഇത് അന്തർവാഹിനികളിൽ നിന്നാണ് ഇത് വിക്ഷേപിക്കുന്നത്. അത് പുടിനും പറഞ്ഞിട്ടുണ്ട്. അന്തർവാഹിനികളിൽ നിന്ന് തീരങ്ങളിലേക്ക് വിക്ഷേപിച്ചിട്ട് സാധാരണ തീരങ്ങളിലല്ലേ തുറമുഖങ്ങൾ ഉണ്ടാകും. തീർച്ചയായിട്ടും. അപ്പോൾ തുറമുഖങ്ങളെയൊക്കെ തകർക്കും എന്നാണ് അതിൻ്റെ പച്ച മലയാളം. അപ്പോൾ ഇത് ചൊവ്വാഴ്ചയാണ് കയ്യിൽ വന്നതായിട്ട് പുടിൻ പറയുന്നത്. ഇത് ഇന്നത്തെ നിലയ്ക്ക് ഒരു സാധാരണ കൺവെൻഷണൽ ടോർപിഡോ ഉണ്ടല്ലോ, സാധാരണഗതിയിലുള്ള ടോർപിഡോ, അതിൻ്റെയും ആധുനികമായ ഡ്രോണിൻ്റെയും മിശ്രിതമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം മുകളിൽ കൂടി പോയി ഇത് തീരങ്ങളെ തകർക്കും. ഇത് നയതന്ത്ര രംഗങ്ങളിലൊക്കെ ഞങ്ങൾ ഇനി യുക്രൈൻ യുദ്ധത്തിൽ നിന്ന് പിൻവാങ്ങുന്നില്ല എന്നതിൻ്റെ പ്രഖ്യാപനം കൂടിയായിട്ടാണ് കരുതുന്നത്. ഈ 2 ബുറെവെസ്തിനിക് എന്ന് പറഞ്ഞ ആണവ ക്രൂസ് മിസൈൽ കയ്യിൽ വന്നതും, ക്രൂസ് മിസൈലും കപ്പലിൽ നിന്ന് അയക്കുന്ന മിസൈലാണല്ലോ ക്രൂസ് മിസൈൽ. അപ്പോൾ നാവിക മിസൈലുകളാണ്. അപ്പോൾ യുക്രൈനിൽ കീഴടങ്ങില്ല. റഷ്യ വെറും കടലാസ് പുലിയാണെന്ന് പുടിൻ അടുത്തിടെ പറഞ്ഞതിനുള്ള മറുപടിയും കൂടിയാണിത്. അതൊന്നും അല്ല മോനെ ഞങ്ങൾ. മാത്രമല്ല ഹംഗറിയിലെ ഉച്ചകോടിയിൽ നിന്ന്
പുടിൻ പിൻവാങ്ങുകയും ചെയ്തിരുന്നു ഇല്ലേ? യുക്രൈൻ വെടിനിർത്തൽ ചർച്ച ചെയ്യാൻ ട്രംപ്, അലാസ്കയ്ക്ക് ശേഷം ഹംഗറിയിൽ ഇത് നടക്കുന്ന പ്രശ്നമേ ഇല്ല എന്ന് വിവരമുള്ളവരൊക്കെ പറഞ്ഞിരുന്നു. കാരണം ഹംഗറിയിൽ വെച്ച് 1995 കരാർ ഒപ്പിട്ടതാണ്. കാരണം യുക്രൈൻ അവരുടെ സോവിയറ്റ് യൂണിയൻ പിരിയുമ്പോൾ അവിടെ ആണവായുധങ്ങൾ കുറേ ഉണ്ടായിരുന്നു യുക്രൈൻ. അത് യുക്രൈൻ കൈമാറിക്കഴിഞ്ഞാൽ ഞങ്ങളും ആണവ പരീക്ഷണങ്ങൾ നിർത്താം എന്ന കരാറിൽ ഒപ്പിട്ടിട്ട് കരാർ ലംഘിക്കുകയാണ് ചെയ്തത് റഷ്യ. അത് ഹംഗറിയുടെ തലസ്ഥാനമായ ഹെൽസിങ്കിയിൽ വെച്ചാണ് ആ കരാർ അമേരിക്കയും റഷ്യയും ഒപ്പിട്ടത് സോവിയറ്റ് യൂണിയന്റെ പതനത്തിന് ശേഷം. അത് ലംഘിച്ചു. പിന്നെ അങ്ങനെ ലംഘിച്ച ഒരു സ്ഥലത്ത് ഞങ്ങളെങ്ങനെ വരും എന്ന് യുക്രൈൻ ചോദിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഹംഗറിയിൽ ഇത് നടക്കാൻ സാധ്യതയില്ല. ഈ പശ്ചാത്തലത്തിൽ നിങ്ങൾ ഹംഗറിയിൽ നടത്താൻ തീരുമാനിച്ചത് ആരാണെന്ന് അവിടുത്തെ ഹഫിംഗ്ടൺ പോസ്റ്റിൻ്റെ ലേഖകൻ ഈ മറ്റേ വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലെവിറ്റിന് അവരുടെ മൊബൈലിൽ ഒരു മെസ്സേജ് അയച്ചിരുന്നു. എന്നിട്ടും ഹംഗറിയിൽ ഉച്ചകോടി നടത്താൻ തീരുമാനിച്ചത് ആരാന്ന് ചോദിച്ചു. നിന്റെ തള്ള എന്നായിരുന്നു അവരുടെ മറുപടി. യുവർ മോം ഡിഡ് എന്നായിരുന്നു. എന്ന് പറഞ്ഞാൽ ട്രംപ് ബാധിച്ചിരിക്കുകയാണ് ആ വൈറ്റ് ഹൗസിൽ ജോലി ചെയ്യുന്ന ആളുകളെയൊക്കെ. അപ്പോൾ അങ്ങനെയായിരുന്നു മറുപടി. ഇതിന് ഈ പൊസൈഡൻ എന്ന് പറഞ്ഞ ഈ ടോർപിഡോയ്ക്ക് ഇപ്പം നാറ്റോ രാജ്യങ്ങളിൽ കാന്യൻ എന്നാണ് വിളിക്കുന്നത്. ഇതിന് 20 മീറ്റർ നീളമുണ്ട്. അതിന് നല്ല നീളമുണ്ട്. 1.8 മീറ്ററാണ് വ്യാസം. 100 ടൺ ആണ് അതിൻ്റെ ഭാരം. അപ്പോൾ എന്ത് ആണ് ഈ ടോർപിഡോ ആലോചിച്ച് നോക്കൂ. 2 മെഗാ ടൺ ആണ് അതിലുണ്ടാകുന്ന ആണവ സ്ഫോടകം. 2 മെഗാ ടൺ. ലിക്വിഡ് മെറ്റൽ കൂൾഡ് റിയാക്ടർ ആണ് ഇതിനെ പ്രൊപ്പൽ ചെയ്യുന്നത്, മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അതിൽ സൂക്ഷ്മമായ ആണവ റിയാക്ടർ ഉണ്ട്. സർമാത്ത് ICBM ഇൻ്റർ കോണ്ടിനെൻ്റൽ ബാലിസ്റ്റിക് മിസൈൽ സർമാത്ത്, അതിനേക്കാൾ ഇതിന് ശക്തിയുണ്ടെന്ന് പുടിൻ പ്രഖ്യാപനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതിനെ സാത്താൻ 2 എന്നും പറയാറുണ്ട് ഈ സർമാത്ത് ICBM-നെ. 2018 തുടങ്ങിയതാണ്. ഇതും മറ്റേ ബുറേവെസ്തനിക് മറ്റേ ക്രൂസ് മിസൈലും രണ്ടും ഇപ്പോൾ കയ്യിൽ എത്തിക്കഴിഞ്ഞു. 2001 അമേരിക്ക ഏകപക്ഷീയമായി ഈ ICBM വിരുദ്ധ ഉടമ്പടി, ഇനി മുതൽ നമ്മൾ ഇൻ്റർ കോണ്ടിനെൻ്റൽ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾ ഉണ്ടാക്കുന്നില്ല എന്ന് 1972 അമേരിക്ക പ്രഖ്യാപിച്ചിരുന്നു. 2001 അമേരിക്ക അതിൽ നിന്ന് ഏകപക്ഷീയമായി പിന്മാറിക്കഴിഞ്ഞപ്പോൾ റഷ്യ തീരുമാനിച്ചതാണ്, എന്നാൽ ശരി ഇവർ ആണവ ക്രൂസ് മിസൈലും ആണവ ടോർപിഡോയും നമുക്ക് ഉണ്ടാക്കാം എന്ന്. ഇനി നമ്മൾ മറ്റേ അമേരിക്കയുടെ നയം മാറ്റം, ഞങ്ങളും ഇനി ആണവ ആയുധങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ള പ്രഖ്യാപനം. അത് മറ്റേ ട്രംപ് ട്രൂത്ത് സോഷ്യലിലെ പ്രഖ്യാപനത്തിൽ പറയുന്നുണ്ട്, ഞാൻ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് വാറിന്, നമ്മുടെ യുദ്ധവകുപ്പിന് നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞു. ഇനി നമ്മളും പരീക്ഷണങ്ങൾ നടത്താൻ പോകുന്നു. പരീക്ഷണങ്ങൾ നടത്താൻ പോകുന്നു എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ ബുസാനിൽ ഷീ ജിൻപിങ്ങുമായിട്ട് സൗത്ത് കൊറിയയിൽ ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ അവരുടെ ഉച്ചകോടി നടക്കുന്നുണ്ട്. അപ്പോൾ ഉത്തര കൊറിയ അപ്പുറത്ത് നിരന്തരം അമേരിക്കയ്ക്കെതിരെ മിസൈലുകൾ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഉത്തര കൊറിയൻ മറ്റേ ഏകാധിപതിയെ കാണുമോ എന്നുള്ള സംശയമൊക്കെ റിപ്പോർട്ടുകളിലുണ്ട്. അതിൽ സ്ഥിരീകരണമൊന്നുമില്ല. അപ്പോൾ സിയെ കാണുന്നതിന് മുമ്പാണ് റഷ്യയും ഈ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. സിയെ ബുസാനിൽ കാണുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പാണ് 2 പ്രഖ്യാപനങ്ങളും വന്നത്. അപ്പോൾ ജിയോ പൊളിറ്റിക്സിൽ വലിയൊരു ഷിഫ്റ്റ് ആഗോളതലത്തിൽ വന്നിരിക്കുന്നു. ആണവ ഭീഷണിയിലേക്ക് ലോകം പോയിരിക്കുന്നു. അപ്പോൾ ഉടൻ ഒരു ആണവ പരീക്ഷണം ഈ വരും ദിവസങ്ങളിൽ അമേരിക്കയിലെ, അപ്പോൾ അത് റെഡിയാക്കി വെച്ചിട്ടാണ് ഈ പറഞ്ഞിരിക്കുന്നത്, പ്രതീക്ഷിക്കാം. അപ്പോൾ റഷ്യയും ഉടമ്പടികളിൽ നിന്ന് സമീപകാലങ്ങളിൽ പിൻവാങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ഒക്ടോബർ 21 ബുറേവെസ്തനിക് ആണവ ക്രൂസ് മിസൈൽ പരീക്ഷിച്ചത്. അപ്പോൾ ഇതാണ്
ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ലോകത്തിൻ്റെ അവസ്ഥ, ആണവ ഭീഷണികളിലേക്ക് ലോകം വളരെ വേഗം കുതിച്ചിരിക്കുന്നു. തീർച്ചയായിട്ടും ലോകം ആണവ ഭീഷണിയെ വല്ലാത്ത തോതിൽ ഭയപ്പെടുന്നു. അതേസമയത്ത് അമേരിക്കയെ പോലും വെല്ലുന്നൊരു ശക്തിയായിട്ട് റഷ്യയെ ഭയപ്പെടുന്നു. മറ്റൊന്ന് അമേരിക്ക അല്ല, റഷ്യയുടെ കയ്യിൽ ആ ക്രൂസ് മിസൈൽ ഇല്ല. 14,000 കിലോമീറ്റർ എന്ന് പറയുന്നത് മിനിമമാണ്. അത് 20,000 കിലോമീറ്റർ റേഞ്ച് എന്ന് പറയുമ്പോൾ അമേരിക്കയാണ് ഉന്നം. അമേരിക്കയിൽ എവിടെ വേണമെങ്കിലും അത് ചെല്ലും. മാത്രമല്ല അമേരിക്ക പഴയ പോലെ ഇപ്പോൾ സ്വമേധയാ യുദ്ധം ചെയ്തുകൊണ്ടിരുന്ന യുദ്ധഭൂമികളിൽ നിന്നൊക്കെ അമേരിക്ക പല കാരണങ്ങളെ പിൻവാങ്ങി പോന്നല്ലോ. ഇപ്പോൾ അമേരിക്കയുടെ അധിനിവേശം നിലനിൽക്കുന്നു എന്ന് പറയുന്ന രാജ്യങ്ങളൊന്നുമില്ല. ആ സമയത്ത് അമേരിക്കയെ ആരെങ്കിലും ആക്രമിക്കും, ഇപ്പോൾ റഷ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അമേരിക്കയെ ഏത് സമയത്തും ആക്രമിച്ചേക്കും എന്നുകൂടി ഭയപ്പെടുന്നുണ്ട്. അമേരിക്ക ദുർബലമാകുന്നു എന്നുകൂടിയാണ് ഈ ഭയപ്പെടുമ്പോഴാണല്ലോ ഈ വഴിവിട്ട തീരുമാനങ്ങളൊക്കെ വരുന്നത്. നേരത്തെ എടുത്ത തീരുമാനങ്ങളിൽ നിന്ന് പിന്നോട്ട് പോകുന്നു. അതുകൊണ്ടാണല്ലോ ഏറ്റവും ചുരുങ്ങിയത് ഇപ്പോൾ ആണവ പരീക്ഷണങ്ങളിലേക്ക് തിരിച്ചു പോകുന്നു എന്ന് പറഞ്ഞാൽ ഏറ്റവും ചുരുങ്ങിയത് റഷ്യയെ പേടിപ്പിക്കാനെങ്കിലും ആയിരിക്കണം. അതെ. അപ്പോൾ അമേരിക്ക ദുർബലമാകുന്നു എന്നും ഒപ്പം അമേരിക്ക അല്ല, ഈ ക്രൂസ് മിസൈൽ വലിയ ഭീഷണിയായി അവർക്ക്. അപ്പോൾ അവരും ഞങ്ങളുടെ കയ്യിലും ഇതുണ്ട് എന്ന് വരുത്താനുള്ള ഒരു ആണവ പരീക്ഷണത്തിലേക്ക് പോവുകയാണെന്ന് വേണം കരുതാൻ. അതെ, ഒരു ക്രൂസ് മിസൈൽ ഇതുപോലത്തത് അവർക്ക് ഉണ്ടാക്കണം എന്നുള്ളൊരു തോന്നൽ വളരെ ശക്തമാണ് അവിടെ. അതെ അതെ. കാരണം റഷ്യ ഇപ്പോൾ ആണവായുധത്തിൽ മുമ്പിൽ നിൽക്കുന്നു. അത് വന്നതോടുകൂടി ഉക്രൈൻ വാറിൻ്റെ നിമിത്തമായിട്ട് ഉക്രൈൻ വാറിനെ അമേരിക്കയും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും നാറ്റോ സഖ്യവും പിന്തുണക്കുന്നു എന്ന കാരണം തന്നെ മതി ശരിക്ക് നേർക്ക് നേരെ റഷ്യക്ക് വന്ന് അമേരിക്കയെ ആക്രമിക്കാൻ. അപ്പോൾ ഏത് നേരത്തും നമ്മൾ ഭയപ്പെടേണ്ടത് ആണവായുധങ്ങൾ തിരിച്ചു വരുന്നു, ആണവായുധങ്ങൾ ഏത് നേരത്തും നമ്മുടെ അന്തരീക്ഷത്തിൽ പ്രയോഗിക്കപ്പെട്ടേക്കും എന്ന് മാത്രമല്ല, നമ്മൾ ഒഴിഞ്ഞുപോയി എന്ന് കരുതിയ ഒരു 3-ാം ലോക യുദ്ധഭീഷണി ഉണ്ടല്ലോ, അതുപോലും ആസന്നമായിരിക്കുന്നു എന്ന് വേണം ഈ പുതിയ വെളിപ്പെടുത്തലുകളിൽ നിന്ന് നമുക്ക് കാണാൻ. എന്തായാലും ആശങ്ക നിറഞ്ഞ ഒരു പുതിയ ലോകമാണ് നമ്മുടെ തൊട്ടുമുമ്പിൽ, പുതിയ പ്രഭാതമാണ്. തീർച്ചയായിട്ടും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.